കാറിൽ കയറ്റിയതിനു ശേഷം ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് പരാതി. കമ്പി കൊണ്ട് തലയിലും കഴുത്തിലും കുത്തി പരിക്കേൽപ്പിച്ചുവെന്നും പരാതിയിൽ കമ്പളക്കാട് സ്വദേശി സുഫൈദിനെ ആക്രമിച്ചത് മുൻവൈരാഗ്യത്തിന്റെ പേരിലെന്നുള്ളതാണ് നിഗമനം. ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. 5 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. അഭിജിത്ത് മുഴക്കുന്ന നമുക്കൊപ്പം ചേരുകയാണ്. അഭിജിത്ത്, ദൃശ്യങ്ങളിലെല്ലാം വ്യക്തമാണ്, പട്ടാപ്പകലാണ്. ഒരു യുവാവിനെ കാറിൽ പിടിച്ചു കയറ്റി ക്രൂരമായി മർദ്ദിക്കുകയാണ്. എന്തായിരുന്നു ഇതിനുള്ള പ്രകോപനം? എന്ത് പ്രശ്നമായിരുന്നു ഈ 2 സംഘങ്ങൾക്കുമിടയിൽ ഉള്ളത്? ഷിഹാസ്, അതിക്രൂരമായ മർദ്ദനമാണ്. അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ മാസം 1-ന് കമ്പളക്കാട് വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പട്ടാപ്പകൽ യുവാവിനെ ഒരു സംഘം ചേർന്ന് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മുൻവൈരാഗ്യമാണ് ഇങ്ങനൊരു മർദ്ദനത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. അതായത് ഈ മർദ്ദനമേറ്റ സുഫൈദ് എന്ന യുവാവും ഈ സംഘവും തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായി ഈ യുവാവിനെ സംഘം ചേർന്ന് ഇവർ മർദ്ദിക്കുകയായിരുന്നു. അതിൽ കാറിലേക്ക് വലിച്ചു കയറ്റി ക്രൂരമായി മർദ്ദിക്കുന്നുണ്ട്. മാത്രമല്ല, ചില ആയുധങ്ങൾ ഉപയോഗിച്ചും യുവാവിന്റെ ശരീരത്തിൽ അടിച്ച് പരിക്കേൽപ്പിക്കുന്നുണ്ട്. കമ്പി ഉപയോഗിച്ച് ശരീരത്തിൽ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഗുരുതരമായി തന്നെ യുവാവിന് പരിക്കുപറ്റിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് ഇയാൾ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സംഭവത്തിൽ 5 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം, ഇവരെ പിടികൂടാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഊർജിതമായി തുടരുകയും ചെയ്യുകയാണ്. ശരി അഭിജിത്ത്, ശരി.